എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇത് വടകര വാർത്ത എന്ന് പറഞ്ഞല്ല, നിങ്ങൾ കുറ്റ്യാടി എന്ന് പറഞ്ഞു കൊടുക്കണം. വടകര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒഴുക്ക മട്ടിൽ എല്ലാ വടകരയിൽ എവിടെയല്ലോ എന്തല്ലോ എന്നുള്ളത്. കുറ്റ്യാടി പ്രോപ്പറായി കുറ്റ്യാടിയിൽ വലിയൊരു അഴിഞ്ഞാട്ടം നടക്കുകയാണ്. അത് പിന്നെ CPM-ഉം പോലീസും ഒത്തുചേർന്ന് കൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം കഴിഞ്ഞ 7-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പ്രവർത്തകരെ ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുകയും തലയടിച്ച് പൊട്ടിക്കുകയും അങ്ങനെ 308 ഇട്ടിട്ട് കേസെടുക്കുകയും ചെയ്തു പോലീസ്. ചാനിയംകടവിൽ, കുറ്റ്യാടി ചാനിയംകടവിൽ. അന്ന് ഞങ്ങളൊക്കെ പോലീസുമായി ബന്ധപ്പെട്ടു. ഏകപക്ഷീയമായി CPM ആണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് ബോധ്യമായി. ഞങ്ങളുടെ ഫ്ലക്സ് ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പരാതി കൊടുത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടായില്ല. അതേ അവസരത്തിൽ വീണ്ടും ഞങ്ങൾ ഫ്ലക്സ് വെച്ചപ്പോൾ അത് വീണ്ടും നശിപ്പിക്കുന്ന ഇത് വീണ്ടും ഫ്ലക്സ് വെക്കാൻ പോയപ്പോഴാണ് മാരകമായി ഇരുമ്പ് വടി ഇതൊക്കെ എടുത്ത് വന്ന് തലക്കടിച്ച് തല പൊട്ടി സ്റ്റിച്ചുണ്ടായി പരിക്ക് പറ്റി ആശുപത്രിയിൽ 2-3 ദിവസം ഈ കുട്ടികൾ കിടക്കേണ്ടി വന്നു. അന്ന് ഞങ്ങൾ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറഞ്ഞു കൃത്യമായി നടപടിയെടുക്കും. ഞങ്ങൾ പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനിൽ ഇത് ജാമ്യം കിട്ടുന്ന ഒരവസ്ഥ ഇല്ല. 307 ഉണ്ട്, ഒപ്പം റോബറി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. പക്ഷെ സംഭവിച്ചെന്താ, പിറ്റേ ദിവസം വൈകുന്നേരം സ്റ്റേഷനിൽ ഇവരെ പ്രതികളെ വിളിച്ചു വരുത്തി സ്റ്റേഷൻ ബെയിൽ കൊടുത്ത് വിട്ടു. സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചെറിയ കച്ചപിച്ച അവിടെ നടന്നു. കാര്യമായ ഒരു കുഴപ്പമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് പിന്നീട് കാണുന്ന സംഭവം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ക്രിമിനൽ സംഘം വന്ന് യൂസഫ് അവിടെ പയ്യോളിയിൽ ജ്വല്ലറി വ്യാപാരം നടത്തുന്ന യൂസഫിനെ ഇവര് മാരകമായി അടിച്ച് കൈയും കാലും വെട്ടി പരിക്കേൽപ്പിച്ചു. ഫ്രാക്ചർ ഉണ്ടായി. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, കാലിന് ഫ്രാക്ചർ ഉണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. പിന്നീട് മൈത്ര ഹോസ്പിറ്റലായിരുന്നു പിന്നെ 3-4 ദിവസമായിട്ടുള്ളത്. അവന്റെ പോക്കറ്റിൽ നിന്ന് യൂസഫ് ജ്വല്ലറി ബിസിനസ് 43 ഗ്രാം സ്വർണം അത് കൊടുക്കേണ്ട ഇവന് ഒരു ഓർഡറാണ്. അതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ട് ഇന്ന വീട്ടിലെ ഇന്ന ആൾക്ക് കൊടുക്കേണ്ടതാണ് ഈ സ്വർണം. 43 ഗ്രാം സ്വർണവും ഒപ്പം ഒരു ഐഫോണും ഈ ഇവന്റെ പോക്കറ്റിൽ നിന്ന് നേരിട്ട് എടുക്കുന്നത് യൂസഫ് കാണുകയാണ്. യൂസഫ് പറയുന്നുണ്ട് പ്രതിയോട്, യൂസഫിനെ അറിയുന്ന ആളാണ്, പേര് വിളിച്ച് പറയുന്നുണ്ട്, യൂസഫ് ഇതാ എന്റെ സ്വർണവും എന്റെ ഫോണും നിങ്ങളാണ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തത്. അത് വെറുതെ നിങ്ങൾ കൊണ്ടുപോകരുത്, എനിക്ക് തിരിച്ചു തരണം. ഞാനത് കാണുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പലതവണ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലീസ് എന്താ ചെയ്യുന്നത്? പോലീസ് ഇവരെ ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് പോലീസ്. ഒരു പ്രസവിച്ച് 4 ദിവസം മാത്രമായ ഒരു സ്ത്രീ, ഒരു 10-23 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ആ വീട്ടിലാകെ 4 സ്ത്രീകൾ അവരുടെ ഉമ്മയും ബന്ധുക്കളുമായി 4 സ്ത്രീ, പുരുഷന്മാരില്ലാത്ത വീട്. ആ വീട്ടിൽ സാദിഖ് എന്ന് പറയുന്ന ഒരു പ്രതി ഉണ്ട് എന്നാ പോലീസ്, അത് CPM കൊടുത്ത പ്രതിപട്ടികയിലെ പ്രതിയാണ് സിദ്ദീഖ്. അവിടെ രാത്രി 11:30 മണി വരെ ആ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നു. അത് ഈ സ്ത്രീ പറയുന്നുണ്ട് പോലീസിനോട്, ഇവിടെ ഞാനാണ് നിരന്തരം ഫോണ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉറക്കത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ച് നിരന്തരമായി ഫോണ് വരുന്നു അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഇയാൾ ഈ വിവരം അറിയുന്നത്. പുറത്തു പോകുന്നതൊക്കെ 11:30 മണിക്ക് ശേഷം. ഇതൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും ആ സിദ്ദീഖിന്റെ വീട്ടിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അവിടെ കയറി 10-20ഓളം വരുന്ന ഒരു വലിയ സംഘം, പോലീസ് സംഘം അവിടെ വന്ന് കയറി 2 ദിവസമായി. മിനിയാന്ന് വന്നപ്പോൾ ഞാനിവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ SP ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, 4 ദിവസമായിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട്, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ 3 തവണ പോയി. ഇന്നലെ രാത്രി 11 മണിക്ക് അവിടെ പോയി അതിഭീകരമായ അന്തരീക്ഷം പോലീസ് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, പോലീസിനോട് ബന്ധപ്പെട്ടവർ ചോദിച്ചപ്പോ ഏതാ ഒരു SI ഉണ്ട് ഇവിടെ, SI ധരിക്കുന്നത് ലോകം ഭരിക്കും അവനാ കാണിച്ചു കൊടുക്കാൻ UDF-ന്റെ പ്രവർത്തകന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല, കാണിച്ചു കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അവ പറഞ്ഞെന്താണെന്നറിയോ, അടിപ്പാവാടയും തപ്പുന്നാ പറഞ്ഞത്. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറയാ ഞങ്ങൾ നിങ്ങളുടെ അടിപ്പാവാടയും തപ്പും എന്ന് പറയുന്ന സംസ്കാര ശൂന്യനായ ക്രിമിനലായ ഈ പോലീസുകാരനെതിരെയും
ഇവിടുത്തെ വടകരയിലെ രഞ്ജിത്ത് എന്ന് പറയുന്ന SI-ക്കെതിരെയും ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരും. UDF-കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, പോലീസും CPM-ഉം ഒത്തുചേർന്നുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ നിങ്ങളൊക്കെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ബോംബ് കൃഷി നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിൽ ഭയപ്പെടുന്നുണ്ട്. CPM ഇതുപോലെ പല ആസൂത്രണങ്ങളും നടത്തുന്നു, ശരിയായിരുന്നില്ലേ? തോടന്നൂരിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായില്ലേ? അതിനുശേഷം ഞങ്ങൾ പീസ് വാക്ക് നടത്തിയപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? കുറ്റ്യാടി LDF-ന്റെ സ്ഥാനാർത്ഥി പീസ് വാക്കിനൊരു പ്രസക്തിയുമില്ല, പ്രാധാന്യമില്ല, ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ അതിനുശേഷം നടുപ്പോയിൽ എന്തൊക്കെ നടന്നു? ബൂത്ത് കയ്യേറുന്ന സംഭവം വരെ ഉണ്ടായി. ഇപ്പോഴും MLA ആണല്ലോ, 4-ാം തീയതി വരെ MLA. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ? ഇപ്പോ മിനിയാന്ന് അടിച്ച് ഇങ്ങനെ കാല് പൊട്ടിക്കുകയും കൈ പൊട്ടിക്കുകയും വീട്ടിൽ കയറി പോലീസ് ഇത്രയും വലിയ ഭീകരമായ അതിക്രമം കാണിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അഭിപ്രായമൊന്നുമില്ലേ? എന്താ MLA അല്ലേ? 4-ാം തീയതി വരെ അദ്ദേഹം ഇവിടുത്തെ MLA അല്ലേ? അദ്ദേഹം ഇതിന് മറുപടി പറയണ്ടേ? അപ്പൊ നിരന്തരമായി ഒരു നാട്ടിനെ കലാപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം, ഇത് തോൽവി ഭയന്നപ്പോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ എന്തൊക്കെയാ വഴി? അത് പോലീസുമായി ഒത്താശയാണ്, പോലീസിന്റെ ഒത്താശയാണ് ഇതിൽ പൂർണ്ണമായും നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. ഞങ്ങൾ UDF ഒരുമിച്ച് നിന്ന് ഇതിനെ നേരിടും. അതിലൊരു സംശയമൊന്നും വേണ്ട. പോലീസിന് അങ്ങനെ ഒരു ധാരണയൊന്നും വേണ്ട. ഞങ്ങളെ പേടിപ്പിച്ചാൽ, അന്യായമായി ഞങ്ങളെ ഭയപ്പെടുത്തിയ പ്രതികളെ പിടിക്കുന്ന ആരാണോ കുറ്റം ചെയ്തത്, UDF-ന്റെ ഭാഗത്ത് നിന്ന് എന്താണോ കുറ്റം ചെയ്തിട്ടുള്ളത്, ആ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ട എന്ന് ഞങ്ങൾ പറയൂല. പക്ഷെ നിരപരാധികളുടെ വീട്ടിൽ കയറുക, CPM-ന്റെ ആഫീസിൽ നിന്ന് കൊടുക്കുന്ന പ്രതിപട്ടിക അനുസരിച്ച് ആളുകളെ കൈകാര്യം ചെയ്യാം എന്നാ ധരിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ വിടില്ല, ഒരു സംശയവും വേണ്ട. അപ്പൊ പോലീസ് ഇനിയും ഇങ്ങനെ പോയി ഇപ്പോഴും അവിടെ ഇത് നടക്കുക, റൈഡ് നടക്കുക. അതേ അവസരത്തിലോ ഈ റോബറി സ്വർണം കൊള്ളയടിച്ച കക്ഷി, കൈക്കും കാലിനും വെട്ടിപ്പരിക്കേൽപ്പിച്ച ഈ കക്ഷികളെ പോലീസ് അവരുടെ വീട്ടിൽ പോകുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ പോലീസ് ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ ഇതിനെതിരെയുള്ള വികാരം അത് ഞങ്ങളിപ്പോ ഇവിടെ SP-യോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിനെതിരെ ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം. അടിപ്പാവാട തപ്പുമെന്ന് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീയോട് പറഞ്ഞ മൃഗതുല്യനായ അത്തരം ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് പരാതി വനിതാ കമ്മീഷന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് കൊടുക്കുന്നുണ്ട്, അതുപോലെ പോലീസ് കംപ്ലൈന്റ് ബോർഡിന് കൊടുക്കുന്നുണ്ട്. കോടതിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം 2 തട്ടിലാണ് പോലീസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ഇങ്ങനെ പാറക്കൽ അബ്ദുള്ള സാഹിബ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. റോബറി നടത്തിയിട്ടുള്ള ഒരു കൾപ്രേറ്റിനെതിരെ ഇതുവരെ പോലീസ് ഒരു അന്വേഷണം നടത്തിയില്ല. ആ വീട്ടിൽ പോയിട്ടില്ല. പ്രസവിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ ഇപ്പോൾ DYSP ആയിട്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് വരുന്നത്. ഞങ്ങൾ പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ ശേഷവും ഞങ്ങളിവിടെ SP-യെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെ പോലീസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രഞ്ജിത്ത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു സ്വഭാവ ദൂഷ്യമല്ല, സ്ഥിരമായിട്ടൊരു ക്രിമിനലാണ് അയാൾ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വളരെ കൃത്യമായിട്ടൊരു ക്രിമിനലാണ്. പോലീസിലെ ഏറ്റവും വലിയ ക്രിമിനലായിട്ടാണ് രഞ്ജിത്തിനെ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാനുള്ളത്. ആ രഞ്ജിത്ത് അടക്കം ഇന്നലെ ആരെല്ലാണ് ആ വീട്ടിൽ കയറിയിട്ട് താണ്ഡവമാടിയത്. അവരെ നിർബന്ധമായിട്ട് പോലീസ് സേനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ പോലീസുമായിട്ട് നല്ല രീതിയിൽ പോകാൻ ഞങ്ങൾ പാർട്ടി റെഡിയാണ്, മുന്നണി റെഡിയാണ്. പക്ഷെ പോലീസ് അതിന്റെ വഴിക്ക് പോലീസിംഗ് നടത്തണം. നിങ്ങൾ നോക്കുക, ഒരു പ്രസവിച്ച സ്ത്രീക്ക് ഒരു ഡിപ്രഷൻ ഉണ്ട്. ഓൾറെഡി അത് സ്വാഭാവികമായിട്ടൊരു ഡിപ്രഷൻ ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്. ആ ഫ്രസ്ട്രേഷനോ ഡിപ്രഷനോ ഒന്നും വകവെക്കാതെ വളരെ ക്രൂരമായിട്ടാണ് ഈ പോലീസുകാർ അവിടെ പെരുമാറിയത്. രണ്ടാമത് അവിടെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഞങ്ങളിപ്പോൾ പോയിട്ട് കണ്ടപ്പോൾ അവരിപ്പോഴും പാനിക്കാണ്. എന്തുകൊണ്ട് പോലീസ് ഈ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് കൃത്യമായി ഭരണ നേതൃത്വം നടത്തുന്ന ഒരു ക്രിമിനൽ വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ഗൗരവമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞങ്ങളൊന്നും പറയുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ബോംബ് ഉണ്ടാക്കുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ പറഞ്ഞ വഴികൾക്കപ്പുറം ഞങ്ങൾക്ക് നേരിടാൻ പല വഴികളുണ്ട്. അത് ഞങ്ങൾ ചെയ്തിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് മാത്രമല്ല, ഇപ്പോ 2ാം പ്രതിയായി ഇവര് കൊടുത്ത ആഷിക്ക് ചെന്നൈയിലാണുള്ളത്. CPM ആഫീസിൽ നിന്ന് കൊടുക്കുന്ന പ്രതിപട്ടികയാണ് ഇത്. സിദ്ദീഖായാലും ശരി, ആഷിക്കായാലും ശരി, ഇവരൊന്നും പ്രതികളല്ല. ആഷിക്ക് അതിന്റെ മുമ്പേ ചെന്നൈയിലാണുള്ളത്, ഇപ്പോഴും ചെന്നൈയിലാണുള്ളത്.
അതിന്റെ വീഡിയോ ക്ലിപ്പൊക്കെ ഇവിടെ ചെന്നൈയിലാന്നുള്ളത് പോലീസിന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതെവിടുന്ന ഇത് CPM ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന പ്രതിപട്ടികയാണ്. അതാണ് ഇതിന്റെ പ്രശ്നം.